MLA ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. പാലക്കാട് അലനല്ലൂരിൽ PV അൻവർ പങ്കെടുത്ത പരിപാടിക്ക് പിന്നാലെയായിരുന്നു സംഘർഷം. ഫോൺ ചോർത്തൽ കേസിൽ അൻവറിന്റെ പ്രതികരണം തേടി മറുപടിയും നൽകിയ അൻവർ മടങ്ങിയതിനു ശേഷമാണ് ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച് എത്തിയത്. എന്താണ് സംഭവിച്ചതെന്നും ആക്രമിച്ചത് ആരാണെന്നും അറിയില്ല എന്ന് PV അൻവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ തിരക്കാൻ വന്നു. അപ്പോൾ ഈ പ്രവർത്തകർ മൂടിക്കെട്ടണം വരുന്ന സമയത്തുണ്ടായതെന്ന് വെച്ചാൽ ആളുകൾ ഫോട്ടോ എടുക്കാൻ തിരക്കാൻ വന്നു. അപ്പോൾ ഈ പ്രവർത്തകർ ഫോട്ടോ എടുക്കാൻ വരാനോ അതാരെങ്കിലും വേറെ വാണോ തെറ്റിദ്ധരിച്ച് ഒരു ചെറിയ തള്ളല് അവര് തമ്മിലല്ല തള്ളി അവരെ മാറ്റി ഞങ്ങൾ കയറി പോന്നു. അതിനുശേഷം അല്ലാത്തൊരു പാർട്ടി പ്രവർത്തകരോ സഖാക്കൾ വരുന്ന ശബ്ദം ഉണ്ടാക്കലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. കേസ് വരും ജയിലിൽ പോകേണ്ടിരുന്നൊക്കെ അറിയാലോ. ഒരു പുതുമയൊന്നുമില്ലല്ലോ. ഞാനത് പ്രതീക്ഷ നിൽക്കുന്നു. വായ മൂടിക്കെട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരെന്നെ ജയിലിലാക്കൂലേ? VS ഗോകുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, MLA പോകും വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സംഘർഷമൊക്കെ ഉണ്ടാക്കിയ 2 പേർ ആരാണ്? ഇവരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ മാണിക്കൻ, മജീദ് എന്നിവരാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്. വ്യാപാരികളുമായി ഇവർക്ക് ബന്ധമില്ല എന്നുള്ളതാണ് വ്യവസായികൾ ആ പരിപാടിയുടെ സംഘാടകർ പറയുന്നത്. അവരുമായി ബന്ധമില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. 2 മാധ്യമപ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത്. പ്രാദേശിക മാധ്യമപ്രവർത്തകന്റെ വയറ്റത്തിടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. മറ്റൊരു നമ്മുടെ സഹപ്രവർത്തകനായ മാധ്യമപ്രവർത്തകന്റെ കഴുത്തിൽ പിടിച്ചു തള്ളുകയും ഷർട്ട് വലിച്ച് കീറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഉണ്ടായി. ഇവരുടെ ഒരു പ്രകോപനം എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. വ്യാപാരികൾ പറയുന്നത്, ആ സംഘാടകർ പറയുന്നത് ഇവർ 2 പേരും മദ്യപിച്ചാണ് എത്തിയിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അവർ ഇനി ഇവിടെ നിന്ന് ചോദിക്കേണ്ട എന്ന് പറഞ്ഞാണ് നമ്മുടെ സഹപ്രവർത്തകനായ മാധ്യമപ്രവർത്തകനെ തള്ളിയത്. അതിന്റെ ഒരു പ്രകോപനം എന്താണെന്നുള്ളത് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അൻവറിനോട് ചോദ്യം ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ഇത്ര പ്രശ്നം എന്നുള്ളത് അറിയില്ല. അൻവർ പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ്, അതായത് പറയാനുള്ള കാര്യങ്ങൾ, കേസെടുത്തോട്ടെ തനിക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം നിലമ്പൂരിൽ യോഗമുണ്ട്. അദ്ദേഹം വിളിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗമുണ്ട്. ആ യോഗത്തിൽ വിശദമായി തന്നെ മറ്റു കാര്യങ്ങളെല്ലാം സംസാരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടാണ് അൻവർ പോയത്. ഈ അൻവർ നീങ്ങിയതും ഇയാൾ മാധ്യമപ്രവർത്തകരെ തള്ളുകയും അതിനുശേഷം ആദ്യം ഒരു ചെറിയ സംഘർഷമുണ്ടായി. അത് പരിഹരിച്ചു. പോലീസ് ഇടപെട്ട് പരിഹരിച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ മാറിയതും ഈ മജീദ് എന്ന് പറയുന്ന ആൾ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, ഒരു ചുവപ്പ ഷർട്ടിട്ട ആളാണ്. അയാൾ വന്ന് പ്രാദേശിക ലേഖകന്റെ വയറ്റത്തിടിക്കുകയും പ്രാദേശിക ലേഖകനായ സെയ്ദ് അലിയുടെ വയറ്റത്തിടിക്കുകയും മുഖത്തിടിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിന്റെ പ്രകോപനം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകാത്തൊരു കാര്യമായി തുടരുകയാണ്. ഏതായാലും ഇവരുടെ മറ്റ് ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധമുണ്ടോ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, പോലീസ് അവിടെയുണ്ട്. ഗോകുൽ, ഈ 2 പേരെയും പിടികൂടിയോ? എത്തുന്നത്, അതായത് പോലീസ് ഇവരെ പിടികൂടുന്നതിനിടയിൽ തന്നെ അവരോടൊപ്പം വന്നവർ അവരെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു വാഹനത്തിലോ മറ്റോ മാറ്റി ദൂരേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ പരാതി നൽകൂ അല്ലെങ്കിൽ നമുക്ക് നടപടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സംസാരിക്കുന്നതിനിടയിൽ നമ്മളെ മർദ്ദിച്ച ആളെ കാണിക്കുന്നതിനിടയിൽ അവർ മർദ്ദിച്ച ആളുകളെ കൊണ്ട്, ആ 2 പേരെയും കൊണ്ട് കുറച്ചു പേർ, ഒരു സംഘം അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത്. അവർ പോലീസിനെ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോലീസിന് അവർ ലഭിക്കുന്നതിന് മുമ്പ് അവർ ആ പ്രദേശത്ത് നിന്ന് അവർ മാറി. അവർ നമ്മളോട് ആക്രമിച്ചതിന് ശേഷം ഉടൻ തന്നെ അവിടെ നിന്ന് മാറുന്ന രീതിയിലേക്ക് അവരെ മറ്റു 2 പേർ ചെന്ന് അവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. മറ്റൊരു വാഹനത്തിൽ അവരെ മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കുറച്ചു നേരം അവരവിടെ ആ പ്രദേശത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷെ അവരുണ്ടായിരുന്നില്ല. പോലീസിനോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആ പ്രദേശത്ത് നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്.